സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. ഇന്ന് പുതിയ വീഡിയോ, പുതിയ സബ്ജക്റ്റ്, വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വീഡിയോയുടെ പേരാണ് മദേഴ്സ് വോയിസ്, അമ്മയുടെ ശബ്ദം. ഇതൊരു പുതിയ ടോപ്പിക്കാണല്ലോ. യെസ്, ഈ അമ്മയുടെ ശബ്ദം ഞാൻ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ മാസം മെയ് 12 നമുക്കെല്ലാവർക്കും അറിയാം, ഇൻ്റർനാഷണൽ ലെവലിൽ മാതൃദിനം, മദേഴ്സ് ഡേ ആഘോഷിച്ചു. വളരെ മനോഹരമായിരിക്കുന്നതായ ഒരു ദിവസം, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവുള്ളതായ ആ ദിവസത്തെ ലോകം മനോഹരമായിട്ട് ആഘോഷിച്ചു. അത് പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, അന്നത്തെ ദിവസം, പിറ്റേ ദിവസം പേപ്പറിൽ വന്നു, ഏകദേശം 15 കോടി കമ്മ്യൂണിക്കേഷൻ നടന്നു. അതായത് മക്കൾ അമ്മയുമായിട്ട് 15 കോടി കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് ഞാൻ വായിച്ചു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഈ ദിവസത്തിൻ്റെ പ്രാധാന്യത, ഈ ഡിജിറ്റൽ വേൾഡിൽ മക്കൾ ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ വാട്ട് ഈസ് ദ എസൻസ് ഓഫ് ദിസ് മദേഴ്സ് വോയിസ്. അമ്മ ദിനത്തിൽ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില തത്വങ്ങൾ, ചില പോയിൻറ്റുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ള കുട്ടികളിലേക്ക് ഷെയർ ചെയ്യണം, പിന്നെ കമൻസ് അയക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഈ 15 കോടി കമ്മ്യൂണിക്കേഷൻ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷമായി. നമ്മളെല്ലാം അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മക്കളല്ലയോ? അതെ. പക്ഷേ ഇന്നത്തെ ഈ ഡിജിറ്റൽ വേൾഡിൽ ഈ കുഞ്ഞുങ്ങൾ ഏത് വിധത്തിലാണ് അമ്മയെയും അപ്പനെയും തൻ്റെ ആത്മാവിനോട് ചേർത്ത് വെച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ, അത് നമുക്ക് പറയാതെ തന്നെ അറിയാം, അമ്മയും അപ്പനും ആത്മാവിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ചില പോയിൻറ്റ്സുകൾ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പ്രത്യേകിച്ച് നമ്മുടെ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങൾ, അടുത്തുള്ള കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിൻ്റാണ് അമ്മയുടെ ശബ്ദം. കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞ് തൻ്റെ അമ്മയുടെ ശബ്ദത്തിൻ്റെ വ്യത്യാസം, ദേ ദംസെൽഫ് ഐഡൻറ്റിഫൈ ഓർ ഡിസ്റ്റിങ്ക്യൂഷ് മദേഴ്സ് വോയിസ്. ഇതാദ്യത്തെ പോയിൻ്റാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടി ജനിച്ച ശേഷം ആ സെക്കൻഡിൽ ആ കുഞ്ഞ് അന്ന് കേട്ട് വളർന്നതായ, ഉദരത്തിൽ വളർന്നതായ ശബ്ദത്തെ മനസ്സിലാക്കാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. മുന്നോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, ഈ അമ്മയുടെ ഈ ശബ്ദം ഇമോഷണൽ ഡെവലപ്മെൻറ്റിന്, ലാംഗ്വേജ് ഓറിയൻറ്റേഷനും അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ അമ്മയുടെ ശബ്ദം ഉപകരിക്കുന്നു. സുഹൃത്തുക്കളെ, കുഞ്ഞു വലുതായി സ്കൂളിൽ പോകുന്ന സമയത്ത് സ്കൂളിലെ ആക്ടിവിറ്റീസിന്, അവിടെ നടക്കുന്ന കുട്ടികളിലുണ്ടാകുന്ന ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം അമ്മയുടെ വോയിസാണ് ആ ബ്രെയിനിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. സുഹൃത്തുക്കളെ, അടുത്ത പോയിന്റ്, റീ അഷ്വറൻസ് തരുന്നു, ഒരു ഉറപ്പ് തരുന്നു. ഈ അമ്മയുടെ ശബ്ദം നമ്മുടെ കുട്ടികളുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുറപ്പ് പ്രദാനം ചെയ്യുകയാണ് അമ്മയുടെ ശബ്ദം. പിന്നെ നമ്മൾ നോക്കുക, ഈ അമ്മയുടെ ശബ്ദം, അമ്മ കഥകളും കവിതകളും അതുപോലെ തന്നെ ആക്ഷനും എല്ലാം കാണിച്ചാണ് മക്കളെ കുളിപ്പിക്കുന്നതും താലോലിക്കുന്നതെല്ലാം. ഈ സമയത്ത് അമ്മയുടെ ഈ റിഥം, താളമാണ് കുട്ടികളിൽ ശബ്ദാംശം സ്വീകരിക്കാൻ വേണ്ടി, സിലബിൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നത്. ഇത് ആ കുഞ്ഞുങ്ങളിലെ സോങ് ഓഫ് ലവ് ആയിട്ട് എപ്പോഴും അവിടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രൊപഗേറ്റ് ചെയ്യുന്നതായിട്ടാണ് ശാസ്ത്രജ്ഞൻ പറയുന്നത്. ദൈവികമായിട്ടും ശാസ്ത്രീയമായിട്ടും മനഃശാസ്ത്രീയപരമായിട്ടാണ് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ പേഴ്സണൽ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾ നോക്കൂ, കുട്ടികൾ അക്ഷരം പഠിക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായ അമ്മയുടെ ശബ്ദമാണ് ഒരു റിഥമായിട്ട്, ഒരു താളമായിട്ട് കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വരുന്നു. ആദ്യ അക്ഷരമായി അമ്മ കാണിക്കുന്ന നമ്മുടെ ആക്ഷനുകളും പറച്ചിലും എല്ലാം കുട്ടി കേൾക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക, അമ്മയാണ്
ഒരു കുഞ്ഞിൻ്റെ ആദ്യത്തെ കേൾവിക്കാരി. എൻ്റെ വിചാരങ്ങളും എൻ്റെ സംസാരങ്ങളും എൻ്റെ അമ്മ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി ആ കുഞ്ഞിൻ്റെ മനസ്സിൽ ഒരാത്മവിശ്വാസം ഉടലെടുക്കുകയാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ പേരിലാണ് കുഞ്ഞ് ജീവിതത്തിൽ തരണം ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കാനുള്ള കഴിവിനെ, തൻ്റെ ഇടത്തിനെ, ആത്മവിശ്വാസത്തിനെ കൊടുക്കുന്നതാണ് ഈ അമ്മയുടെ ശബ്ദം. ഈ അമ്മയുടെ ശബ്ദമാണ് അവൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു ഷേപ്പ് ഉണ്ടാക്കുന്നത്, ഒരു രൂപകൽപ്പന ചെയ്യുന്നത്. ഇതാണ് അമ്മയുടെ ശബ്ദം. ഈ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിക്കും മനസ്സിലാക്കി വേണം മുന്നോട്ട് ദിവസം ആഘോഷിക്കാൻ. ആഘോഷങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ മദേഴ്സ് ഡേ, നമ്മുടെ അമ്മയുടെ ദിവസം, മാതൃദിനം, നമ്മുടെ പേരൻസിനെ കൈവിടാതെ ആത്മാവിനോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നമുക്കെപ്പോഴും പ്രചോദനം കിട്ടുന്നതായ ദിവസമാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻസ് അയക്കണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.